നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിലമ്പൂരിൽ നിന്ന് ശ്യാം സുന്ദറാണ്. നമ്മുടെ കേരളത്തിനെ ഏറ്റവും അധികം ബാധിച്ച ഒരു മഹാദുരന്തമാണ് സത്യത്തിൽ ഈ ഒരു വയനാട് ദുരന്തം. പാതാറായിരുന്നു, നിലമ്പൂരിലുള്ള പാതാറായിരുന്നു നമ്മൾ കണ്ട മുമ്പത്തെ വലിയൊരു ദുരന്ത മേഖല. എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാണുന്ന നമ്മളുടെ ഈ ഒരു വേദന. ഈ വേദനയ്ക്കിടയിലും ചില ആളുകൾ, ചില ഞരമ്പ് രോഗികൾ, അല്ലെങ്കിൽ ചില മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ചില ചാനലുകളും അതുപോലെ പൊതുപ്രവർത്തകരും സംഘടനകളും അവരുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് സങ്കടം കൊണ്ട് വേദനിച്ച് ജീവച്ഛവമായി കിടക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഇവർ ഈ സൂറാങ്കുറ്റിയും കൊണ്ട് ചെന്ന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ വേദന, ദുഃഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മാഞ്ഞാള ചോദ്യം ചോദിച്ചുകൊണ്ട് ചില പത്ര ചാനലുകൾ ഇറങ്ങുന്നുണ്ട്. എന്ത് ചെറ്റത്തരമാണ് അവർ ചെയ്യുന്നത്? കാരണം മനസ്സ് വേദനിച്ച് അവരെ എല്ലാവരും നഷ്ടപ്പെട്ട് സങ്കടം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, മുന്നിലേക്കുള്ള വഴി എന്താണ്, ആരുമില്ല. നമ്മുടെ പൊന്നോമനകൾ, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വിധിയുടെ ആ ഒരു ബലിമൃഗങ്ങൾ ആയി മാറിയത് കണ്ട് വേദനിച്ച് സഹിക്കാൻ വയ്യാതെ ആശുപത്രിയിലും വീടുകളിലും ക്യാമ്പുകളിലും കഴിയുന്ന ആളുകളടുത്തേക്ക് ഇവർ പോവുകയാണ്. ഇവരുടെ ചാനലുകളായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ അടിച്ചോടിക്കുകയാണ് വേണ്ടത്. കാരണം അവരെ ചേർത്ത് പിടിക്കുക വേണ്ടത്. അവരുടെ വീഡിയോ ഓണാക്കിയിട്ടല്ല പറയേണ്ടത്. അവരെ ചേർത്ത് പിടിച്ച് അവരുടെ സങ്കടം, അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങളും ഇനിയുള്ള സഹകരണങ്ങളും അവരെയൊക്കെ ചെയ്യാനുള്ള മനസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവരോട് ഓരോരോ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് വീണ്ടും വീണ്ടും മാനസികമായി വേദനിപ്പിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ധാരാളം അരി സാധനങ്ങൾ, പച്ചക്കറികൾ, വസ്ത്രങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല പാവപ്പെട്ട ഈ ജനങ്ങളെ, ഈ ഒരു ദുരന്തത്തിൽ അനുഭവപ്പെട്ട ദുരന്ത മേഖലയിൽ ഇതിലെ ബലിയാടുകളായ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സുമനസ്സുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ ധാരാളം സാമ്പത്തികമായിട്ടും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ്? ആർക്ക് വേണ്ടി? ഈ 150ഓളം കുടുംബങ്ങൾ, അവിടെ ഒന്നുമല്ലാത്ത എല്ലാ കുടുംബത്തിലെ എല്ലാവരും മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ധാരാളം ആളുകൾ വേറെയും നരകിക്കുന്നു. അവിടെ 10, 250, 500 കുടുംബമുണ്ട്. ഈ 500 കുടുംബത്തിന് ഒരു ചുരുങ്ങിയ 15,000, 20,000, 25,000 കോടി ഉറുപ്പ്യ വന്നു കഴിഞ്ഞു. ഇതിൽ 1 കോടിയെങ്കിലും ആ പാവങ്ങൾക്ക് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ സംഘടനകൾ? നമ്മുടെ ഈ ഒരു ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കാമെന്ന വ്യാജേന എത്ര സംഘടനകളാണ് പണം പിരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ? ഈ സംഘടനകൾ മുമ്പത്തെ അനുഭവം എല്ലാവർക്കും അറിയുന്നതല്ലേ. ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിച്ചത് എന്തെല്ലാം രീതിയിൽ വകമാറ്റി ചെലവാക്കി. ഈ ഒരു പേരിൽ അർഹിക്കുന്ന ആളുകൾക്ക് ഓരോ കോടി രൂപ കൊടുത്താലും വീണ്ടും ധാരാളം ഫണ്ട് കിടക്കുന്നുണ്ട്. അത് ഇവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇനിയൊരു ദുരന്തം വരാതിരിക്കാൻ വേണ്ടി മറ്റുള്ള പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുന്നതിന് പകരം അവരവരുടെ പോക്കറ്റിൽ വീർപ്പിക്കുന്ന അല്ലെങ്കിൽ പോക്കറ്റ് വീർപ്പിക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. കാരണം ആ പാവപ്പെട്ട ആളുകളുടെ അവരുടെ ജീവൻ്റെ വിലയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടിയും കുടുംബവും നമ്മുടെ തലമുറ. ആ പണം നമ്മൾ ആരും എടുക്കാനോ കൊടുക്കാനോ അതിന് ഇടവരുന്നവരാരാണെങ്കിലും സമൂഹത്തിന് മുമ്പിൽ നമ്മൾ തുറന്നു കാണിക്കുക തന്നെ വേണം. ഓരോ സംഘടനകളും ഇതിൻ്റെ പേരിൽ ഈ ദുരന്ത മേഖലയിൽ അവരുടെ പാവങ്ങളുടെ ആ സങ്കടം കാണിച്ച് അവരുടെ മേലിൽ എത്ര രൂപ പിരിച്ചു ഓരോ സംഘടന എന്നുള്ളത് അത് അവരെ വ്യക്തമായി വെളിപ്പെടുത്തണം. കള്ളക്കണക്കല്ല, യഥാർത്ഥ കണക്ക് വെളിപ്പെടുത്തണം. ആ പണം ഇവർ എന്ത് ചെയ്തു, എന്തിനാണ് പിരിച്ചത്, ആർക്കു വേണ്ടി, അതും കൂടി എല്ലാവരും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. അത് ഗവൺമെൻറ് ആയാലും ശരി, വ്യക്തികളായാലും ശരി, സംഘടനയായാലും ശരി. കാരണം ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഒരു നടപടിയാണിത്. മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. കാരണം പാവപ്പെട്ട ആളുകളെ ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയും ഒന്നും നോക്കാതെ ചേർത്ത് പിടിക്കുന്ന സമീപനമല്ല ഫണ്ട് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക്. അതുകൊണ്ട് ഈ ഓരോരുത്തർക്ക് കിട്ടുന്ന പണം എന്താണ് ചെയ്തത്, എത്ര കിട്ടി എന്ന് ഓരോ സംഘടനയും ഇതിനു വേണ്ടി അവർ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ
ഓരോ രീതിയിൽ ബക്കറ്റ് പിരിവാണെങ്കിലും റെസിറ്റ് പിരിവാണെങ്കിലും ഒക്കെ ചെയ്ത ആളുകളൊക്കെ എത്ര കിട്ടി എന്നത് വ്യക്തമായ രീതിയിൽ പൊതുസമൂഹത്തെ പബ്ലിക്കിനെ അറിയിക്കാൻ ഗവൺമെൻറ്റിനെ ഇങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായി. അതുപോലെ നിയമപാലകർ, നല്ല നട്ടലുള്ള നിയമപാലകരാണ് ഇതിന് നടപടികൾ സ്വീകരിക്കേണ്ടത്. ഈ പാവങ്ങളുടെ ദുരവസ്ഥ മാർക്കറ്റ് ചെയ്യുന്ന ആളുകളെ സമൂഹം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. അവൻ ഏത് മതത്തിൻ്റെ സംഘടനയാവട്ടെ, ഏത് രാഷ്ട്രീയത്തിൻ്റെ സംഘടനയാവട്ടെ, അല്ലെങ്കിൽ ഏത് ചാരിറ്റിയുടെ സംഘടനയാവട്ടെ, ഏത് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാവട്ടെ, ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ പാവങ്ങളുടെ പണം, പാവങ്ങളുടെ പേര് പറഞ്ഞ് ആ പൈസ സമ്പാദിച്ച് അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ വരിക തന്നെ വേണം. കാരണം ചാരിറ്റി മേഖലയിൽ 26 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ചാരിറ്റി മേഖലയിൽ നന്മ ചെയ്യുന്നവരെ സമൂഹം ചില ആളുകൾ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുക. എന്നാൽ തിന്മ ചെയ്യുന്നവരെ സമൂഹത്തിലെ മാന്യനായിട്ട് നടിക്കുകയും ചെയ്യും. അതാണ് നിയമം. അതാണ് സമൂഹത്തിലെ ചില ഒരുപറ്റ ആളുകളുടെ കയ്യൂക്കും ആധിപത്യവും അല്ലെങ്കിൽ സ്വാധീനവും. അതുകൊണ്ട് ഈ സാധുക്കളായ ആളുകളുടെ പേരിൽ എത്ര പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചിലവാക്കണം. ആ ചിലവാക്കേണ്ട ആവശ്യമൊന്നും ഇവർക്കാർക്കും വരുന്നില്ല. അതിനാണ് ഗവൺമെൻറ് ഉള്ളത്. അതുപോലെ തന്നെ ഓരോ വലിയ വലിയ സംഘടനകളുടെ, ഇപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പൻ അടക്കമുള്ള, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ചാരിറ്റി പ്രവർത്തനം, അങ്ങനെ പല 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 ആളുകൾ കോടി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആകെ ഇത്രയും ആളുകൾക്ക് കൊടുക്കേണ്ട ഫണ്ടൊന്നും അവിടെ ചിലവാക്കാൻ ഇല്ല. അതുകൊണ്ട് ഈ സംഘടനകൾ, പല ആളുകളും വ്യക്തികളും ഒക്കെ തന്നെ പണം പിരിച്ചിട്ടുണ്ട്. ഇവരുടെ പേരും പറഞ്ഞുകൊണ്ട് പൈസ പിരിച്ചിട്ടുണ്ട്. ഇത് ഈ പാവങ്ങളുടെ പേരിൽ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ, പരിസര പ്രദേശങ്ങളിലോ ഇതുപോലുള്ള ഇനിയും ഒരു ഭൂകമ്പമായിട്ട്, അല്ലെങ്കിൽ ഒരു ദുരന്തം, അല്ലെങ്കിൽ ഇങ്ങനത്തരം അനർത്ഥങ്ങൾ വരുന്ന ഭാഗങ്ങളിലെ പാവപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിലുള്ള പണമെല്ലാം ചെലവാക്കാൻ ശ്രമിക്കണം, ചെയ്യണം. അതാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമുണ്ടെങ്കിൽ, മനുഷ്യത്വമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഓരോ വ്യക്തികളും, ഇതിനുവേണ്ടി പണം പിരിക്കാൻ ആഹ്വാനം ചെയ്ത ഓരോ സംഘടനകളും, രാഷ്ട്രീയക്കാരും, അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തകരും എല്ലാവരും ഇതുപോലെയുള്ള, ഇനി നിലമ്പൂരിലുള്ള പാതാറിൽ ഇനിയും പലരും പല വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും ദുരന്ത പ്രദേശങ്ങളിൽ ഇനി എത്രയോ ആളുകൾ വിഷമിച്ച് കിടക്കുകയാണ്. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലെ ആളുകൾ, അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? താഴ്ന്ന ജാതിക്കാരൻ, പണിയൻ, ചെറുമൻ, SC ST എന്നൊക്കെ പറഞ്ഞ് അവരെ വേസ്റ്റ് തട്ടിയിരിക്കുകയാണ്. അത് തെറ്റാണ്. അതും മനുഷ്യരാണ്, അതും ഇന്ത്യക്കാരാണ്, ഭാരതീയനാണ്. അതുകൊണ്ട് അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഇനിയുള്ള ഓരോ പ്രവർത്തനങ്ങളും, ഓരോ സംഘടനകളും, വ്യക്തികളും, രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടത്. അല്ലാണ്ട് എൻ്റെ രാഷ്ട്രീയത്തിലെ അനുഭാവികളെ സഹായിക്കാം, അല്ലെങ്കിൽ എൻ്റെ മതത്തിലെ ആളുകളെ സഹായിക്കാം എന്ന് പറഞ്ഞു നടക്കുന്ന ചില സ്വാർത്ഥ ചിന്താഗതിക്കാരായ ആളുകളുണ്ട്. അത് വേണ്ട. നമ്മളെല്ലാവരും ഭാരതീയരാണ്, നമ്മളുടെ സഹോദരന്മാരാണ് മറ്റുള്ളവർ. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. അത് മനസ്സിലാക്കി എല്ലാവരും ഈ ഒരു ഫണ്ട്, കാരണം പറയേണ്ടിയിരിക്കുന്നു, ഇത് പണമാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ ചാരിറ്റിയുടെ പേരിൽ, ഈ പാവങ്ങളുടെ പേര് പറഞ്ഞ് മേടിച്ച ആളുകൾ മുമ്പുണ്ടായിട്ടുണ്ട്. അവരെല്ലാം പിട്ടും കടലയും കഴിച്ച കഥകളും അറിയാം ഓരോരുത്തർക്ക്. ഓരോ എൻ്റർപ്രൈസസിനും ഓരോ വ്യക്തികൾക്കൊക്കെയാണ് ഈ പണം ദുരുപയോഗം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചത്. അല്ലാതെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയല്ല, അവരെ സഹായിക്കാൻ വേണ്ടിയല്ല. ഓരോരുത്തരും അവൻ ജാതി, മതം, രാഷ്ട്രീയം, സംഘടനയ്ക്ക് അതീതമായിക്കൊണ്ട് പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണം ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ ചെലവാക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. വയനാട് മണ്ഡലത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. ഇതുപോലെ രാഹുൽ ഗാന്ധി ആവട്ടെ, അതിനു മുമ്പുള്ള ആളുകളാവട്ടെ, ഇവരൊക്കെ ജയിപ്പിച്ച സ്നേഹനിധികളായ നാട്ടുകാരാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വയനാടിൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ കാര്യം പറയാം. ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ ഓരോരോ കോറികൾ, കരിങ്കൽ കോറികൾ, പാറ പൊട്ടിക്കുമ്പോൾ ഓർക്കണം, ഭൂമിയുടെ ആണിക്കല്ലാണിത്. ആണിക്കല്ല് പിഴുതെടുത്താൽ എന്താണ് സംഭവിക്കുക? അതിന് കൂട്ടു നിൽക്കുന്ന ഗവൺമെൻറ് ആയിക്കോട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, സംഘടനക്കാരാവട്ടെ, യവനായിക്കോട്ടെ, അവൻ്റെ ആ പണത്തോടുള്ള കൊതി, ആർത്തി ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണം. ഇനിയൊരു ദുരിതം, ഇനിയൊരു ഭൂകമ്പം, അല്ലെങ്കിൽ ഇനിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കാൻ
എല്ലാവരും ഒത്തൊരുമയോട് ശ്രദ്ധിക്കണം. അല്ലാണ്ട് കുറച്ച് കറൻസി, കുറച്ച് നോട്ട് കെട്ടണം കിട്ടുമ്പോൾ അതെടുത്ത് പോക്കറ്റിൽ ഇട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഓർക്കണം, ഇനി ഒരു കോറിക്കൊരു അനുമതി കൊടുക്കരുത്. അനാവശ്യ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യരുത്. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കൂ, പ്രകൃതി സ്നേഹിയാവാൻ പഠിക്കൂ. കാരണം നമ്മുടെ 10 തലമുറയ്ക്ക് വേണ്ടി ഇന്ന് നമ്മുടെ ഭാര്യ, കുട്ടി, കുടുംബം, നമുക്ക് വീട്, ബംഗ്ലാവ്, എസ്റ്റേറ്റ്, കാറ്, എല്ലാ ബാങ്ക് ബാലൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വിഷമമില്ല. പക്ഷെ നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇവർ ബാക്കിയുള്ളവർ ജീവിക്കണ്ടേ? അതിനു വേണ്ടിയെങ്കിലും ഓരോ മനുഷ്യനും ഇന്നു മുതൽ പരിശ്രമിക്കുക. അനീതി കണ്ടാൽ എവനായാലും ശരി തട്ടിക്കയറണം. അവന് ഇന്ന പോലീസാണോ, മന്ത്രിയാണോ, അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രതിനിധിയാണോ, ഉദ്യോഗസ്ഥനാണോ, രാഷ്ട്രീയക്കാരനാണോ, സംഘടനാ പ്രവർത്തകനാണോ, ഇന്ന മതസ്ഥനാണോ, അവൻ മേലാധിയാണോ, തമ്പുരാനാണോ, തങ്ങളാണോ, എവനായിക്കോട്ടെ, അനീതി കണ്ടാൽ തട്ടിക്കയറണം. ഓരോ പൗരൻ്റെയും കടമയാണ്. അല്ല എൻ്റെ രാഷ്ട്രീയക്കാരൻ, എൻ്റെ നേതാവ് എന്ത് ചെയ്താലും അത് നല്ലതിനാണല്ലോ എന്ന് കരുതല്ല വേണ്ടേ. ചേറ്റത്തരം കാട്ടിയാൽ ചാവിട്ടി പുറത്താക്കണം യവനെയായാലും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ 10 തലമുറയ്ക്ക്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയൊരു ദുരിതം ഇനി ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും മാക്സിമം ഈ ഒരു കൊച്ചു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലെയും ആളുകളെ സഹായിക്കാൻ, അവരെ നിറം നോക്കരുത്, അവരുടെ കുലം നോക്കരുത്, അവരുടെ മതം നോക്കരുത്, അവൻ്റെ രാഷ്ട്രീയം നോക്കാതെ അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണമെന്ന് എല്ലാവരും താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നമസ്കാരം. ഈ ഒരു മഹാദുരന്തത്തിൻ്റെ അന്നു മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടി അഹോരാത്രം അവരുടെ കുടുംബം, കുട്ടികളെയും അവരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം മറന്ന് ഈ ഒരു ആളുകളെ, പാവപ്പെട്ട ആളുകളെ ഈ ഒരു ദുരന്തമുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നടന്ന രക്ഷാപ്രവർത്തകരെയും അതുപോലെ തന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട സ്നേഹനിധികളായ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബത്തിനും എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ആദരവ്. അതുപോലെ തന്നെ പറയാൻ വാക്കുകളില്ല. കാരണം എന്താണ് പറയുക, എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കുക, എന്തിനാണ് പറയുന്നത്? എല്ലാം മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം പറയുമ്പോൾ അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസം വന്നേക്കാം. എന്തായാലും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ പാദ നമസ്കാരം എല്ലാവർക്കും.